അപ്പോൾ ശരി, നമുക്കേ ഇന്ന് വന്നിട്ടുള്ളത് iPhone 13 Pro Max ആണ്. കംപ്ലൈൻറ്റ് പച്ച ഡിസ്പ്ലേ കണ്ടില്ലേ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഐഫോണിൽ അങ്ങനെയൊന്നും വരില്ല. ആദ്യമൊക്കെ ഡെയിലി 1-2 വർക്ക് വരുന്നിടത്ത് ഇപ്പോൾ ആഴ്ചയിൽ 1-2 വർക്ക് വരുന്നുള്ളൂ. കാരണം ഒരുപാട് കംപ്ലയിൻറ്റ്സ് സോൾവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കംപ്ലയിൻറ്റ്സ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിൾ പുതിയ ഈ അപ്ഡേഷനിൽ എന്തോ ഈ പ്രശ്നങ്ങളൊന്നും അധികം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഐഫോണ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഐഫോൺ വന്നവർ ഐഫോൺ ഒഴിവാക്കിയിട്ട് വേറെ ബ്രാൻഡിലേക്ക് പോയവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് പോയാലും, ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ ഐക്യൂവിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. സാംസങ് ഫോൺ എടുത്താലും ഐക്യൂ എടുത്താലും ഇനിയിപ്പോൾ ഏത് ഫോൺ എടുത്താലും നമുക്ക് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ വരുന്ന ട്രാക്ക് ഡാമേജ് ആവും. ഈ ട്രാക്ക് ഡാമേജ് ആകുമ്പോൾ ഡിസ്പ്ലേ ചിലപ്പോൾ വൈറ്റ് ആവും, ബ്ലാങ്ക് ആവും, ഫ്ലിക്കറിങ് വരും, പല ഇഷ്യൂ വരും, ലൈൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സാംസങ് ആണ് ഡിസ്പ്ലേ അസംബിൾ ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കാണ്, അല്ലാതെ ഫോണിൻ്റെ ആപ്പിളിൻ്റെ പ്രശ്നമല്ല, സാംസങ്ങിൻ്റെ ഫോൺ പ്രശ്നമല്ല, വിവോൻ്റെ ഫോൺ പ്രശ്നമല്ല, ഇതിൻ്റെ ഒന്നുമല്ല. കാരണം ഈ LED ഡിസ്പ്ലേ സാംസങ് ആണ് കൂടുതലും അസംബിൾ ചെയ്യുന്നത്. പിന്നെ ഐഫോണിൻ്റെ കേസിൽ LG അസംബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ മാറാതെ റെഡിയാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഐഫോൺ അല്ലാത്ത മറ്റുള്ള ബ്രാൻഡുകളൊക്കെ നമുക്ക് ട്രാക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലെക്സ് ബോണി ചെയ്യാൻ പറ്റും. അപ്പോൾ ഐഫോണിൻ്റെ കേസുകളിൽ നമുക്ക് ടെസ്റ്റ് പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലാതെ DSO ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ട് റെഡിയാക്കാം. അതിൽ റെഡി ആയില്ലെങ്കിൽ ട്രാക്ക് റിപ്പയറിംഗ് ഉണ്ട്, അതിൽ റെഡി ആയിട്ടില്ലെങ്കിൽ ഫ്ലെക്സ് ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ ഐഫോണിൻ്റെ കേസുകളോ ആൻഡ്രോയിഡ് കേസുകളോ ഡിസ്പ്ലേ ഗ്രീൻ ഡിസ്പ്ലേ, വൈറ്റ് ഡിസ്പ്ലേ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതും ബെസ്റ്റ് പ്രൈസിൽ വിത്ത് വാറണ്ടിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.